പൊന്മുടി അണക്കെട്ട് തുറന്നിട്ടുണ്ട്. ഒരു ഷട്ടർ 20 സെന്റിമീറ്ററാണ് ഉയർത്തിയത്. പന്നിയാർപ്പുഴയുടെ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം എന്നാണ് നിർദ്ദേശം. രാഹുൽ വിജയൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഇടുക്കിയിൽ നിന്ന്. രാഹുൽ, വിശദാംശങ്ങൾ എന്താണ്? ഒപ്പം തന്നെ ഇടുക്കിയുടെ പൊതുവായ സാഹചര്യം, മഴയുടെ സ്വഭാവം, നാശനഷ്ടങ്ങൾ, വിശദാംശങ്ങൾ രാഹുൽ വിജയൻ. വിജിത്ത്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ദേവികുളം താലൂക്കിലാണ് ഏറ്റവും കൂടുതൽ മഴ കഴിഞ്ഞ മണിക്കൂറുകളിൽ പെയ്തത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ പൊന്മുടി ഡാമിന്റെ ജലനിരപ്പ് പരമാവധി സംഭരണ ശേഷിയിലേക്ക് എത്തിയത്. ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായാണ് ഒരു ഷട്ടർ 20 സെന്റിമീറ്റർ ഉയർത്തി വെള്ളം മുതിരപ്പുഴയാറിലേക്ക് ഒഴുക്കുന്നത്. മുതിരപ്പുഴയാറിന്റെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നുള്ള കർശന നിർദ്ദേശമുണ്ട്. ഇനി മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഇതുവരെ ഇല്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. ഉച്ചയ്ക്ക് ശേഷം കാര്യമായ മഴ പെയ്യുന്നില്ല. ഇടുക്കിയിൽ പൊതുവെ ശാന്തമായി നിൽക്കുകയാണ്. ഇടവിട്ടുള്ള ചെറിയ മഴ മാത്രമാണുള്ളത്. പക്ഷേ രാത്രി യാത്ര ഉൾപ്പെടെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് കർശനമായും പാലിക്കണം. ആവശ്യമില്ലാതെ യാത്ര ചെയ്യരുത് എന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ നേര്യമംഗലം മുതൽ മൂന്നാർ വരെയുള്ള ഭാഗത്ത്, അതുപോലെ തന്നെ ഗ്യാപ്പ് റോഡിലൂടെയുള്ള യാത്ര അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം എന്നുള്ളത് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ ജാഗ്രത പാലിച്ചു വേണം മലയോര മേഖലയിലൂടെ യാത്ര ചെയ്യാൻ. എന്തായാലും മഴ മുന്നറിയിപ്പിൽ നിലവിൽ ഓറഞ്ചാണ്. പക്ഷേ അത്തരത്തിലുള്ള മഴ ഇവിടെ ഇപ്പോൾ ലഭിക്കുന്നില്ല. ശരി, രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.